ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്നു. വളരെ സന്തോഷം. വോട്ടിംഗ് നടക്കും. പിണറായിസത്തിൻ്റെ അവസാനത്തെ ആണി അടിക്കുമെന്ന് പറഞ്ഞത് അടിച്ചിരിക്കും. അത്രയിൽ പറയാനുള്ളൂ. ജനങ്ങൾ അതിനെ കാത്തിരിക്കണം. ആത്മവിശ്വാസം മാത്രമേ ഉള്ളൂ അതിൽ. ആത്മവിശ്വാസക്കേടിൻ്റെ ഒരു സാഹചര്യവും കേരളത്തിലെ രാഷ്ട്രീയത്തിലില്ല. ഇപ്പോൾ CPM-ൻ്റെ ജില്ലാ സെക്രട്ടറി പറഞ്ഞത് 2000 കോടിയുടെ വികസനം നടത്തി, അതുമായിട്ടാണ് ഞങ്ങൾ വരുന്നതെന്ന്. ആ വികസനവുമായിട്ട് അവർ വരുമ്പോൾ അറിയാം അവിടെ ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയാത്ത ഒട്ടനവധി വിഷയങ്ങളുണ്ട്. 70% ഫോറസ്റ്റാണ് നിലമ്പൂരിൽ. ഓരോ ദിവസവും ആളുകൾ ആക്രമിക്കപ്പെടുന്നു, ആഴ്ചയിൽ ഒരാൾ മരണപ്പെടുന്നു, കാർഷിക മേഖല ആകെ തകർന്നിരിക്കുന്നു, ജീവിക്കാൻ ഒരു വഴിയുമില്ലാതെ നിൽക്കുന്നു. അവിടെ ഉണ്ടായ പ്രളയങ്ങളിലെ പ്രതിസന്ധികൾ പലതും മറികടക്കാൻ കഴിയാതെ പോകുന്നു. അവിടുത്തെ സ്വാഭാവികമായിട്ടും പ്രാദേശിക വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതോടൊപ്പം കേരളം ചർച്ച ചെയ്യാൻ പോകുന്നത് പിണറായിസമാണ്, കുടുംബാധിപത്യ രാഷ്ട്രീയമാണ്, നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന മരുമോനിസമാണ്. കേരളത്തിലെ ഒരു ഗവൺമെൻറ്റിനെയും ഒരു പാർട്ടിയെയും ഒരു കുടുംബത്തിൻ്റെ കാൽച്ചുവട്ടിൽ അടച്ചിരുത്തി ചവിട്ടി മതിക്കുന്ന കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുന്നതും അനുഭവിക്കുന്നതും കേരളത്തിലെ ജനതയോടൊപ്പം പാവപ്പെട്ട സഖാക്കളും തൊഴിലാളികളുമാണ്. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്. എന്താണ് ഇത്ര ആത്മവിശ്വാസം ചോദിക്കുമ്പോൾ, ഈ തെരഞ്ഞെടുപ്പിൽ ആദ്യം വോട്ട് ചെയ്യാൻ ബൂത്തിലെത്തുന്ന എല്ലാ 256 ബൂത്തിലെയും ആദ്യത്തെ വോട്ട് ചെയ്യാൻ അവിടെ ധൃതി പിടിച്ചെത്തുന്നവർ കേരളത്തിലെ നിലമ്പൂരിലെ പാവപ്പെട്ട തൊഴിലാളികളും സഖാക്കളുമായിരിക്കും. UDF പ്രവർത്തകർ അതിൻ്റെ പിന്നിലേ ഉണ്ടാവുള്ളൂ. അത്ര വലിയ വാശിയിലാണ് കേരളത്തിലെ സഖാക്കൾ നിൽക്കുന്നത്. ആ അനുഭവത്തിലാണ് അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് പിണറായിസം എന്താണ് എന്ന് വിസ്തരിക്കപ്പെടുന്ന ഒരു തെരഞ്ഞെടുപ്പായിരിക്കും നിലമ്പൂരിൽ നടക്കാൻ പോകുന്നത്. സ്ഥാനാർത്ഥി ആരാകുമെന്ന് സംബന്ധിച്ച് UDF-ന്റെ താങ്കൾ ചില താല്പര്യങ്ങൾ മുന്നോട്ട് വെച്ചിരുന്നു. DS ജോയെ മത്സരിപ്പിക്കണമെന്നുള്ള താല്പര്യം ഉൾപ്പെടെ ഇക്കാര്യത്തിലെ നിലപാട് എന്താണ്? ഒരു നിലപാടും ആ കാര്യത്തിലില്ല. പരിപൂർണമായിട്ടുള്ള പിന്തുണയാണ് കൊടുത്തിരിക്കുന്നത്. നിരുപാധിക പിന്തുണയാണ്. അവിടെ UDF തീരുമാനിക്കുന്ന ഏത് സ്ഥാനാർത്ഥിയായാലും അത് കേരളത്തിലെ ജനങ്ങളെ പ്രതിനിധീകരിക്കുന്ന സ്ഥാനാർത്ഥിയാണ്. അത് UDF-ൻ്റെ സ്ഥാനാർത്ഥിയല്ല. ജനങ്ങളും പിണറായിയും തമ്മിൽ ഏറ്റുമുട്ടലാണ്. ആ ജനങ്ങളും പിണറായിയും തമ്മിൽ ഏറ്റുമുട്ടലിൽ ആരെ നിർത്തിയാലും കേരളത്തിലെ 3.5 കോടി ജനങ്ങളുടെ പ്രതിനിധിയായിട്ടാണ് ആ സ്ഥാനാർത്ഥിയെ നിലമ്പൂരിലെ ജനങ്ങൾ കാണാൻ പോകുന്നത്. മാത്രമല്ല, നിലമ്പൂരിലെ വോട്ടർമാരെ സംബന്ധിച്ച് വലിയ ധാർമ്മിക ഉത്തരവാദിത്തമുണ്ട്. 2026 ഈ ജനദ്രോഹ ഗവൺമെൻറ് തിരിച്ചു വരുമെന്ന നരേഷനാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് വരും എന്ന് വരുത്തി തീർക്കാനുള്ള ഒട്ടനവധി കാര്യങ്ങൾ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ നിങ്ങൾ കണ്ടു, മിനിയാന്നാണ് 4ാം വാർഷികം. അമ്മായിയപ്പനും മരുമകനും കേക്ക് മുറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും സന്തോഷകരമായി കൈമാറുന്നത് നമ്മൾ കണ്ടതാണ്. ഈ കേക്ക് മുറിക്കൽ ഇവിടെ നടക്കുമ്പോഴാണ് പാവപ്പെട്ട ആശാ തൊഴിലാളികൾ കാസർഗോഡ് നിന്ന് ആരംഭിച്ച പട്ടിണി ജാഥ കേരളത്തിൻ്റെ ഹൃദയത്തിലൂടെ കടന്നു പോവുകയാണ്. ഒരു 100 രൂപ അവർക്ക് വർദ്ധിപ്പിച്ചു കൊടുക്കാൻ തയ്യാറാകാത്ത തൊഴിലാളി വർഗ ഗവൺമെൻറ് എന്ന് പറയുന്ന ഇന്ത്യ കണ്ട ഏറ്റവും വലിയ മുതലാളിത്ത ഗവൺമെൻറ് കേരളത്തിൽ ഇവിടെ അടക്കി വാഴുകയാണ്. അതിനെതിരെയുള്ള പ്രതികരണമില്ലാതിരിക്കുമോ? അതുകൊണ്ട് നിലമ്പൂരിലെ വോട്ടർമാരെ സംബന്ധിച്ച് ഈ സംസ്ഥാനത്തിൻ്റെ ഭാവി വരാനിരിക്കുന്ന 2026 ആര് കേരളം ഭരിക്കണമെന്ന് തീരുമാനിക്കുന്ന ജനവിധിയായിരിക്കും നിലമ്പൂരിൽ നിന്ന് വരിക. അതുകൊണ്ട് തന്നെ വോട്ടർമാരെ സംബന്ധിച്ച് വലിയ ഭാരിച്ച ഉത്തരവാദിത്തമുണ്ട്, ധാർമ്മിക ഉത്തരവാദിത്തമുണ്ട്. അതവർ നിറവേറ്റും. വലിയ ഭൂരിപക്ഷത്തിന് UDF-ൻ്റെ സ്ഥാനാർത്ഥി അവിടെ ജയിച്ചു കയറും. ഞാൻ പറഞ്ഞില്ല, ഏത് ചെകുത്താൻ മത്സരിച്ചാലും ആര് മത്സരിച്ചാലും അതൊരു വിഷയമേ അല്ല. ഞാൻ പറഞ്ഞില്ല, ആര് മത്സരിച്ചാലും അത് കേരളത്തിലെ ജനങ്ങളെ 3.5 കോടിയുടെ പ്രതിനിധിയായിട്ടാണ് അവിടുത്തെ വോട്ടർമാർ കാണാൻ പോകുന്നത്. അതുകൊണ്ട് സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥയിൽ ഒരു പ്രസക്തിയില്ല. അത് ജനങ്ങളെ പ്രതിനിധീകരിക്കുന്ന ഒരു വ്യക്തി മാത്രമായിരിക്കും സ്ഥാനാർത്ഥി. ആ ജനങ്ങളുടെ പ്രതിനിധിയാണ്. ഞാൻ പറഞ്ഞില്ലേ, ജനങ്ങളും ഈ പറയുന്ന പിണറായിയും മരുമകനും തമ്മിൽ ഏറ്റുമുട്ടലിൻ്റെ അതിൻ്റെ നേർചിത്രം നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് റിസൾട്ടിൽ വരും. അങ്ങനത്തെ ഒരു ഡിസ്കഷൻ്റെ ആവശ്യമില്ല. നിരുപാധിക പിന്തുണ എന്ന് പറഞ്ഞാൽ പിന്നെ എൻ്റെ അടുത്ത് അഭിപ്രായം ചോദിക്കേണ്ട കാര്യമില്ല. 2ാം ഘട്ടം ചോദിച്ചപ്പോഴും നമ്മൾ തീർത്ത് പറഞ്ഞതാണ്, നിങ്ങൾക്കത് തീരുമാനിക്കാം, അതിൻ്റെ റൈറ്റ് നിങ്ങൾക്കുണ്ട്, അതവർ തീരുമാനിക്കും. പ്രഖ്യാപനം പെട്ടെന്ന് വേണം എന്നുള്ളതാണോ നിങ്ങളുടെ നിലപാട്? കാരണം കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. അല്ല, അവിടെ 10 ദിവസം മതി. ഇനി 10-25 ദിവസം ഉണ്ടല്ലോ. 15 ദിവസം അധികമെന്നില്ല അഭിപ്രായക്കാരനാണ് ഞാൻ. വെറും 10 ദിവസം മതിയെന്ന്. ആ വോട്ടിംഗ് അവിടെ നടന്നാൽ മതി. ജനങ്ങളതിനെ കാത്തിരിക്കുകയാണ്. ഒരു പ്രചരണത്തിൻ്റെ ആവശ്യം നിലമ്പൂരിലില്ല. ഇപ്പോൾ ഈ 98 MLA-മാരും മന്ത്രിമാരും മുഖ്യമന്ത്രിയും
എന്താ പറയുക, പിണറായി കുടുംബം ഒക്കെ വരുമല്ലോ. ഇനിയിപ്പോൾ അവിടെ തന്നെ ആയിരിക്കും എല്ലാവരും. അപ്പോൾ അതിൻ്റെ ഒന്നും യു ഡി എഫിനെ സംബന്ധിച്ച് അതിനൊന്നും ആവശ്യമില്ല. ജനങ്ങൾക്ക് കാര്യം ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഏറ്റവും അവസാനമായിട്ട് ഇപ്പോൾ ഈ ഹൈവേയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, അതായത് ഇവർ നടത്തുന്ന, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഇത്ര വലിയൊരു ദുരന്തം കേരളത്തിലുണ്ടായിട്ട് അതിൻ്റെ PWD മന്ത്രിയുടെ ധാർമ്മിക ഉത്തരവാദിത്തമാണ് ആ സ്ഥലം സന്ദർശിച്ച് അവിടുത്തെ ജനങ്ങളുമായി സംസാരിക്കാൻ. എന്തുകൊണ്ടാണ് സാധിക്കാത്തത്? എന്താണ് ഒരു മന്ത്രിക്ക് ഒരു ശേഷിയില്ലാത്തത്? അപ്പോൾ ഇത്ര ശേഷി കുറഞ്ഞവരാണോ ഇവർ? റീല് കൊണ്ട് മാത്രം കേരളത്തിലെ ജനങ്ങളെ അഭിമുഖീകരിക്കാൻ വിചാരിച്ചോ? ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ ആ പ്രതിസന്ധിയുടെ മുന്നിൽ വന്ന് നിന്ന് അതിനെ നേരിടുന്നവനാണ് നേതാവ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മൂക്കാതെ പഴുത്തതാ. ഇത് ചവിട്ടിക്കൂട്ടി പഴുപ്പിച്ചിട്ട് വെച്ചതാണ് ഈ മന്ത്രിയെ. അതെന്തുകൊണ്ടാണെന്ന് കേരളത്തിലെ ജനങ്ങൾക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള പ്രതിസന്ധികൾ. മറ്റത് ഓളത്തിനനുസരിച്ച് നീന്താൻ ആർക്കാ കഴിയാത്തത്? ഒരു തിര എതിരെ വന്നപ്പോൾ ഓടി ഒളിക്കുകയാണ്. 3 ദിവസം വാതിലടച്ചിരുന്നു. 3-ാമത്തെ ദിവസം പിന്നെ ഫേസ്ബുക്കിലാണ് പ്രത്യക്ഷപ്പെടുന്നത്. അത് കഴിഞ്ഞിട്ടാണ് മെല്ലെ സ്റ്റെപ്പിൻ ചെയ്യുന്നത്. ഇത്രമാത്രം അധൈര്യം ഒരു വ്യക്തിക്കുണ്ടെങ്കിൽ എങ്ങനെയാണ് ഈ ഒരു പ്രസ്ഥാനത്തെ നയിക്കുന്നത്? അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്ന റീലുകളും പ്രവർത്തനങ്ങളും എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ അറിയാം. ഇവിടെ ഇതിൽ ഏറ്റവും വിഷമിക്കുന്നത് കേരളത്തിലെ ജനങ്ങളെ പോലെ തന്നെ ആശാ വർക്കർമാരുടെ സമരം. നിങ്ങളൊന്ന് അന്വേഷിച്ച് നോക്കൂ. എന്താണ് ഒരു സഖാവിന് പറയാനുള്ളത്? അതൊരു വാശിപ്പുറത്ത് എന്നോട് ചോദിക്കാതെ നിങ്ങളോട് ആര് സമരം ചെയ്യാൻ ചെയ്തു എന്നാണ് ഈ സമരസഖാക്കളോട്, സഹോദരിമാരോട് ചോദിച്ചത്. അപ്പോൾ പിണറായിയോട് ചോദിക്കാതെ സമരം പോലും നടത്താൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഈ ഫാസിസവും മോഡിയും തമ്മിൽ എന്താ വ്യത്യാസം? ഇതിലേറെ ബെറ്റർ മോഡിയല്ലേ? ഇതിലേറെ ബെറ്റർ മോഡിയല്ലേ? ഇത്രമാത്രം ജനങ്ങളെ എന്താ പറയുക, ജനകീയ സമരങ്ങളെ അടിച്ചമർത്തുന്ന, വിമർശനങ്ങളെ അടിച്ചമർത്തുന്ന നിങ്ങളൊരു വാർത്ത കൊടുത്താൽ പോലും അത് താങ്ങാൻ കഴിയുന്നില്ലല്ലോ. അപ്പോൾ എന്താ മനസ്സിലാക്കേണ്ടത്? എവിടെയാണ് ഫാസിസ്റ്റ് ഭരണം? കേന്ദ്രത്തെക്കാളും വലിയ ഫാസിസ്റ്റ് ഭരണം നടക്കുന്നത് ഇവിടെ തന്നെയല്ലേ? അപ്പോൾ ഇതെല്ലാം പ്രതിഫലിക്കും. ഇപ്പോൾ ADGP അജിത് കുമാറുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ എവിടെ എത്തി? തൃശ്ശൂർ പൂരം 1 കലക്കി കഴിഞ്ഞാൽ റിപ്പോർട്ട് ഇപ്പോഴും വന്നില്ല. കഴിഞ്ഞൊരു വർഷം കഴിഞ്ഞ് പൂരം കഴിഞ്ഞു. ഇവിടുത്തെ PV അൻവർ മാത്രമല്ലല്ലോ പറഞ്ഞത്, ഇവിടുത്തെ പ്രതിപക്ഷം മാത്രമല്ലല്ലോ പറഞ്ഞത്, ഇവിടുത്തെ LDF ഉൾപ്പെടെ CPI മന്ത്രി ഉൾപ്പെടെ എന്താ പറഞ്ഞത്? ഈ പൂരം കലക്കലിന് BJPക്ക് ഒരു പച്ചയായിട്ട് BJPയും കേന്ദ്ര നേതൃത്വവും തല കുത്തിമറിഞ്ഞിട്ട് കേരളത്തിൽ നിന്ന് ഒരു ജനപ്രതിനിധിയെ ഉണ്ടാക്കാൻ കഴിയാത്തതാണ് ഈ പറയുന്ന അജിത് കുമാർ പിണറായിയുടെ സമ്മതത്തോട് കൂടിയിട്ട് ഒരു പൂരം കലക്കിയിട്ട് തൃശ്ശൂരിൽ BJPക്ക് ഒരു പാർലമെൻറ്റ് സീറ്റ് ഉണ്ടാക്കി കൊടുത്തത്. എന്തെങ്കിലും നടപടി ഉണ്ടായോ? ഒരു നടപടി ഉണ്ടായിട്ടില്ല. ഇത് ജനങ്ങൾ ചർച്ച ചെയ്യില്ലേ? സ്വർണ്ണക്കള്ളക്കടത്ത് നിലമ്പൂരിൽ ചർച്ചയാകുമല്ലോ. മാമി തിരോധാനം ഒരു വിവരവുമില്ല. റിദാൻ ബാസിൽ കേസ് ഒരു വിവരവുമില്ല. ഇപ്പോൾ റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നു. ആ പരാതിക്കാരനാരാ? PV അൻവർ. റിപ്പോർട്ട് കൊടുക്കുമ്പോൾ സ്വാഭാവികമായും ആ റിപ്പോർട്ടിൻ്റെ കോപ്പി പരാതിക്കാരന് കൊടുക്കണം. ഞാൻ കത്ത് കൊടുത്ത് കാത്തിരിക്കുകയാണ്. ഇന്ന് വരെ എനിക്ക് കോപ്പി തന്നിട്ടില്ല. ഇനിയിപ്പോൾ ആ കോപ്പി കിട്ടിയെങ്കിലേ നമുക്ക് ഹൈക്കോടതിയെ സമീപിക്കാൻ സാധിക്കുള്ളൂ, അതിലെ കള്ളത്തരങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ട്. ഇപ്പോൾ ഇന്ന് ഞാൻ എറണാകുളത്ത് വന്ന് നിൽക്കുന്നത് ഇന്നലെ ഇവിടെ വന്ന് 2 കാര്യത്തിനായിരുന്നു. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഒരു റിട്ട് പെറ്റീഷൻ നാളെ ഇലക്ഷൻ കമ്മീഷനെതിരെ ഫയൽ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നാണ് ഒന്ന്. രണ്ടാമത് ഈ പറയുന്നത് പോലെ ഇവർ കൊടുത്ത ഈ റിപ്പോർട്ടിൻ്റെ കോപ്പി കിട്ടാൻ ഹൈക്കോടതിയെ സമീപിക്കുകയാണ്. നിങ്ങൾ മനസ്സിലാക്കണം. അപ്പം ഇതൊക്കെ ചർച്ച ചെയ്യപ്പെടും. ഇവർ ഈ പറയുന്ന ഈ 4-ാം വാർഷികത്തിൻ്റെ എന്താണ് ഒരു പ്രോഗ്രസ് റിപ്പോർട്ടുമായിട്ടാണല്ലോ നിലമ്പൂരിലേക്ക് വരുമെന്ന് പറഞ്ഞത്. ഒന്ന് വരട്ടെ. ജനങ്ങളിത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ജനങ്ങൾ പ്രതികരിക്കും, അതിനൊരു തർക്കമില്ല. അത് പിണറായിസത്തിൻ്റെ ഈ പറഞ്ഞതുപോലെ 2026 ആര് ഭരിക്കും എന്നതിൻ്റെ ക്ലിയർ പിക്ചർ, വളരെ ക്രിസ്റ്റൽ ക്ലിയർ പിക്ചർ നിലമ്പൂരിലെ വോട്ടിംഗ് പാറ്റേണിലുണ്ടോ? മുസ്ലിം മൈനോറിറ്റീസിൻ്റെ ഒരു നിലപാട് എന്തായിരിക്കും? എല്ലാ മൈനോറിറ്റീസും, എല്ലാ ഈ പറയുന്ന മേജർ കമ്മ്യൂണിറ്റിയും, ഇതൊക്കെ ജനം എന്ന് പറയുന്ന വിഭാഗത്തിലാണ്. വീണ്ടും വീണ്ടും അടിവരയിട്ട് പറയുന്നത് ജനങ്ങളും പിണറായിയും തമ്മിൽ ഏറ്റുമുട്ടലാണ്. അതിൽ ജാതി ഉണ്ടാവില്ല, മതമില്ല, രാഷ്ട്രീയമില്ല. മനുഷ്യർക്ക് ഇവിടെ ജീവിക്കണം. ഈ സ്വത്ത് മുഴുവൻ ഇവിടുന്ന് അടിച്ചു മാറ്റി പോവുകയാണ്. സമൂഹത്തിൻ്റെ മുഴുവൻ കാര്യങ്ങൾ ഒരു റീൽ ഉണ്ടാക്കാൻ 2 മിനിറ്റിന്, നാളെ പത്രസമ്മേളനത്തിൻ്റെ ആ ഡീറ്റെയിൽസ് കൊടുക്കുന്നുണ്ട് ഞാൻ, 9,90,000 രൂപ. ഇന്നലെ ഇങ്ങനെ പറഞ്ഞല്ലോ, റീൽസ് ഇടും ഇനിയിടും എട്ടയിടും. അത് കച്ചവടമാണ്. ഒരു 2 മിനിറ്റിൻ്റെ റീല്, നിങ്ങളൊക്കെ റീൽ ഉണ്ടാക്കുന്നവരാണല്ലോ, 2 മിനിറ്റിൻ്റെ റീലുണ്ടാക്കാൻ 9,90,000 രൂപ. 4 റീലിന് 40 ലക്ഷം രൂപ കൊടുത്തു. 39,80,000 രൂപ. എന്തിന്? ബേപ്പൂർ ഫെസ്റ്റ്. ഇപ്പം ഈ കാണപ്പെട്ട റീലുകൾ നിങ്ങൾ നോക്കൂ. നാഷണൽ ഹൈവേയുമായി ബന്ധപ്പെട്ട റീലുകൾ എന്താ?
ഇതെല്ലാം ഡ്രോൺ ഉപയോഗിച്ചാണ്. 5 ലക്ഷം 10 ലക്ഷമാണ് PRD വകുപ്പ് അതിന് കൊടുക്കുന്നത്. ഇപ്പം റീല് മൂപ്പരിക്കൊരു കച്ചവടമാണ്, മന്ത്രിക്ക് വലിയ വരുമാന മാർഗമാണ്. അതുകൊണ്ട് റീലിട്ടുകൊണ്ടേയിരിക്കും, അതിൽ തർക്കമൊന്നുമില്ല. അത് അദ്ദേഹത്തിൻ്റെ വ്യവസായത്തിൻ്റെ ഭാഗമാണ്. അതെ, അതാ ഞാനീ പറഞ്ഞത്. ആ പ്രോഗ്രസ് കാർഡുമായിട്ട് അമ്മായിയപ്പനും മരുമകനും നിലമ്പൂരിലേക്ക് വരട്ടെ, ജനങ്ങളോട് പറയട്ടെ. ഞങ്ങൾക്കും പറയാനുണ്ട് ചിലത്. നാളെ ഒരു പ്രസ് മീറ്റ് വിളിക്കുന്നത്, ഞാൻ എറണാകുളത്തായിരുന്നു വിളിച്ചിരുന്നത്. ഇപ്പോൾ ഇലക്ഷൻ ആയതുകൊണ്ട് ഞാൻ തിരിച്ചു പോവാം. നാളെ മലപ്പുറത്ത് രാവിലെ 9 മണിക്ക് പ്രസ് മീറ്റ് നടത്തുന്നുണ്ട്. കുറച്ച് രേഖകൾ കൂടി നിങ്ങൾക്ക് തരാനുണ്ട് ഇതുമായി ബന്ധപ്പെട്ട്. മുഹമ്മദ് റിയാസിൻ്റെ ഓഫീസുമായി ബന്ധപ്പെട്ട ചില രേഖകൾ കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ കൊടുക്കേണ്ടതുണ്ട്. അത് നാളെ രാവിലെ 9 മണിക്ക് നടക്കുന്ന പ്രസ് മീറ്റിൽ എറണാകുളത്ത് നിന്ന് തരാനായിരുന്നു ഉദ്ദേശിച്ചിരുന്നത്. ഇലക്ഷൻ ഡിക്ലെയർ ചെയ്തുകൊണ്ട് എനിക്ക് അർജൻറ്റായിട്ട് തിരിച്ചെത്തേണ്ടതുണ്ട്. അത് നാളത്തെ പ്രസ് മീറ്റിൽ അവിടെ നമ്മൾ കൊടുക്കും.